മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഡെങ്കിപ്പനി വളരെ കൂടുതലാണ്. ഡെങ്കിപ്പനിയുടെ കാരണങ്ങളും അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു പോയ കണ്ടീഷനിലൊക്കെ എങ്ങനെ ഇത് പെട്ടെന്ന് കൂട്ടിയെടുക്കാം, ഡെങ്കിപ്പനി വന്നവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്. ഈഡിസ് ഈജിപ്തി ഇനത്തിൽപ്പെട്ട ഒരു കൊതുക്. ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുന്ന കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. ആ രോഗിയെ പരിചരിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ആ രോഗിയുടെ ഒപ്പം നിന്നത് മൂലമോ നമുക്ക് ഈ ഒരു രോഗം മറ്റു വൈറൽ ഇൻഫെക്ഷൻസ് പകരുന്ന പോലെ പകരുവാൻ ചാൻസസ് വളരെയധികം കുറവാണ്. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൊതുക് കടിച്ച ഒരു 4 മുതൽ 6 ദിവസത്തിന് ശേഷം നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരുന്നതാണ്. ഇത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. ആദ്യഘട്ടമായ ഫീവർ സ്റ്റേജിൽ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും. ഒരു 100 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും നമുക്ക് ടെമ്പറേച്ചർ. അതിനോടൊപ്പം തന്നെ നമുക്ക് തലവേദനയും കണ്ണിന് ചുറ്റും വേദനയും വിശപ്പില്ലായ്മയും വയറുവേദന, ക്ഷീണവും തലകറക്കവും ഓക്കാനവും ഛർദിലും ഒക്കെ അനുഭവപ്പെടാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പേശികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനും ശരീരത്തിനും അമിതമായിട്ടുള്ള വേദനയും ക്ഷീണവും ശരീരത്തിനൊക്കെ ചെറിയ ചെറിയ തിണർപ്പ് പോലെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ചിലർക്ക് മൈൽഡ് ആയിട്ടുള്ള രക്തസ്രാവവും ഈ ഒരു ഘട്ടത്തിൽ കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് ഘട്ടത്തിൽ നമ്മളൊരു 3 മുതൽ 7 ദിവസത്തിൽ നമുക്ക് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണത്. ഇതിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ല്യൂക്കോസൈറ്റ് കൗണ്ടും ഒക്കെ വളരെയധികം കുറഞ്ഞു പോകാനുള്ള ചാൻസസ് കണ്ടുവരാറുണ്ട്. അതികഠിനമായിട്ടുള്ള ക്ഷീണവും രക്തസ്രാവവും അതുപോലെ തന്നെ നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്താണെങ്കിലും മൂക്കിനൊക്കെ ആണെങ്കിലും ചിലർക്ക് രക്തം വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ നല്ല തിണർപ്പ് പോലെയും കണ്ടുവരാറുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് വീണ്ടെടുക്കൽ സ്റ്റേജ് ആണ്. റിക്കവറി ആയിട്ട് വരുന്ന സ്റ്റേജ് ആണ്. പതിയെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ വളരെയധികം ഇംപ്രൂവ് ആയിട്ട് വരികയും വിശപ്പ് നമുക്ക് ഇംപ്രൂവ് ചെയ്യുകയും പേഷ്യൻസിന് ഫുഡൊക്കെ കഴിക്കാൻ വരികയും ഓരോരോ സിംറ്റംസ് പതിയെ പതിയെ കുറഞ്ഞു വരികയും പിന്നെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് പതിയെ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. ഒരിക്കൽ നമുക്ക് ഈ ഒരു കൗണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോർമലിലേക്ക് ഇത് വന്നോളൂ. ഗുരുതരമായിട്ടുള്ള ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും, അതികഠിനമായിട്ടുള്ള വയറുവേദന, രക്തസ്രാവം വളരെയധികം കൂടുതലായിരിക്കും, ഛർദ്ദിക്കുന്ന സമയത്ത് ബ്ലഡ് വോമിറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് മൂത്രം പാസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ മോഷൻ പാസ് ചെയ്യുന്ന സമയത്തും നമുക്ക് രക്തസ്രാവം ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും ചെറിയ ചെറിയ രക്തത്തിന്റെ ചെറിയ ചെറിയ പെറ്റിക്കൽ ഹെമറേജസ് പോലെ കണ്ടേക്കാം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണവും ഡീഹൈഡ്രേഷനും തളർച്ചയും ഒക്കെ ഗുരുതരമായിട്ടുള്ള ഡെങ്കി ഫീവറിൽ നമ്മൾ കണ്ടേക്കാം. ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്ക് നമുക്ക് പോയേക്കാം. അതുകൊണ്ട് തന്നെ ഡെങ്കി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ചില സമയത്ത് വൈറൽ ഫീവറിന്റെ കണ്ടീഷനുമായിട്ട് ഏകദേശം ഒരു സാമ്യമുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ പനിയാണെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഡെങ്കിന്റെ ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഡെങ്കിപ്പനി ഇല്ല നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഈ ഒരു ഡെങ്കി ഫീവർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡെങ്കി NS1 ആന്റിജൻ ടെസ്റ്റിലൂടെ നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഡെങ്കി IgGയും IgM ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക് ഇത് കണ്ടെത്താവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ല്യൂക്കോസൈറ്റ് കൗണ്ടും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ ഡെയിലി നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1,40,000 ആണ്. ഇതൊക്കെ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് വരും. വളരെയധികം കുറഞ്ഞു പോവുകയാണ് 50,000 അല്ലെങ്കിൽ 20,000 താഴേക്ക് പോവുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യകത വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യകത വരും. ഇല്ല നമുക്ക് പ്ലേറ്റ്ലെറ്റിൽ അധികം വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ചില സമയത്ത് വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റ് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മെഡിസിൻസ് കഴിച്ചാൽ മാത്രം മതിയായിരിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫുഡിലും കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക.
നമ്മൾ വിറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. കിവി ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് നമുക്ക് കഴിക്കാവുന്നതാണ്, നമുക്ക് പാഷൻ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്, പപ്പായയുടെ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാത്തരം ഫ്രൂട്ട്സും നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികം എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുവാൻ വേണ്ടിയിട്ട് പപ്പായയുടെ ഇല നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് പലരും കുടിക്കാറുണ്ട്. സോ ഇത് നമുക്ക് അങ്ങനെ കുടിക്കാമോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. സയന്റിഫിക്കലി ഇത് പ്രൂവൺ അല്ല. ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ നമുക്ക് ഇംപ്രൂവ് ആവാറുണ്ട്. പക്ഷെ ഡോക്ടറുടെ നിർദ്ദേശം നമുക്ക് ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ്. മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനത്തെ ജ്യൂസസ് നമ്മൾ കുടിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഡെങ്കി ഫീവർ ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണെങ്കിൽ സാധാരണ പനി വന്നപ്പോൾ നമ്മൾ സെൽഫ് മെഡിക്കേഷൻസ് നമ്മൾ എടുക്കുവാൻ പാടുള്ളതല്ല. കാരണം ഡെങ്കി പനിയിൽ നമുക്ക് ചില മെഡിസിൻസ് നമ്മൾ ഈ ഡെങ്കി പനി ഉള്ളവർ കഴിക്കുവാൻ പാടുള്ളതല്ല. ആസ്പിരിൻ, അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുവാൻ പാടുള്ളതല്ല. ഡെങ്കിപ്പനി വന്നിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോയേക്കാം. അമിതമായുള്ള രക്തസ്രാവം ഒക്കെ ആയിട്ട് അത് പേഷ്യന്റിന്റെ മരണത്തിലേക്ക് വരെ സംഭവിച്ചേക്കാം. സോ അതുകൊണ്ട് തന്നെ ആരും സെൽഫ് മെഡിക്കേഷൻസ് ആരും ചെയ്യുവാൻ പാടുള്ളതല്ല. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ് ഡെങ്കിപ്പനിക്ക്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുവാനുള്ള മെഡിസിൻസും നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും മെഡിസിൻസ് എടുക്കേണ്ടത്. ഡെങ്കിപ്പനി തടയുവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊതുക് കടി ഏൽക്കാതെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ കൊതുക് പെരുകുന്നതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും തടയേണ്ടതാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നീക്കം ചെയ്യുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ ഉള്ളിലേക്ക് അധികം കൊതുക് കടക്കാതെ നമ്മൾ നെറ്റൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. വീടിനുള്ളിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് മാക്സിമം നെറ്റ് യൂസ് ചെയ്തിട്ട്, മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്തിട്ട് കിടക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ബോഡി കവർ ആവുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഡെങ്കിപ്പനിയെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.